ഇത്തിബായിനെ വിട്ട് തഖ്ലീദിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. മലാറു സല്ലത്തിൽ ആലിം, ഒരു പണ്ഡിതന്റെ വീഴ്ചയെ പിൻപറ്റിയാൽ ഉണ്ടാകുന്ന അപകടം വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ഇലാമുൽ മുവഖ്ഖീൻ 2ാം ഭാഗം 132ാമത്തെ പേജിൽ പറയുന്നു, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള ആളുകൾ തഖ്ലീദ് കൊണ്ടുണ്ടാകുന്ന ഫസാദും അതിന്റെ നിരർത്ഥകതയും ഒരു പണ്ഡിതന്റെ വീഴ്ചയെ അയാളുടെ തെളിവ് നോക്കാതെ ഒരാൾ പിൻപറ്റുകയാണെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളുമെല്ലാം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ച് ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട്. ഒരു പണ്ഡിതൻ അത് യസില്ലു വലാബുദ്ധ, ഇത് ഞാൻ പറയണല്ല, ഒരു പണ്ഡിതന് വീഴ്ച പറ്റാമെന്നല്ല, വലാബുദ്ധ അനിവാര്യമാണ്, ഏതൊരു പണ്ഡിതനും വീഴ്ച പറ്റാം. ഇത് ലൈസ ബിമഅ്സൂം, കാരണം ഒരു പണ്ഡിതനും മഅ്സൂമല്ല. എന്തല്ല, പാപമുക്തനല്ല, പാപസുരക്ഷിതനല്ല, അത് നബി മാത്രമേ ഉള്ളൂ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. ഫലാ യജൂസു ഖബൂലു കുല്ലി മാ യഖൂലുഹു വയുനസ്സലു ഖൗലുഹു മൻസിലത ഖൗലിൽ മഅ്സൂം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാത്ത മഅ്സൂമുകളല്ലാത്ത ആരുടെ വാക്കും സ്വീകരിക്കൽ അനുവദനീയമല്ല. ആ പണ്ഡിതന്റെ വാക്കിനെ മഅ്സൂമായ നബിയുടെ വാക്കിന്റെ സ്ഥാനത്ത് അവതരിപ്പിക്കലും ശരിയല്ല. ഫഹാദല്ലദീ ദമ്മഹു കുല്ലു ആലിമിൻ അലാ വജ്ഹിൽ ഹർലി വഅറമുഹു വദമ്മു അഹ്ലഹു. ഈ വിഷയമാണ് ഭൂലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയും അത് ഹറാമാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ളത് ഈ ഒരു വിഷയമാകുന്നു. ഇതാണ് അസ്ലു ബലാഇൽ മുഖല്ലിദീന വഫിത്നതിഹിം. തെളിവില്ലാതെ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുടെ ബലാ, പരീക്ഷണത്തിന്റെയും അവരുടെ ഫിത്നയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഹുജ്ജത്തില്ലാതെ, തെളിവില്ലാതെ ആലിമുകളുടെ പിന്നാലെ പോവുക എന്നതാണ്. ആ ആളുകൾ പണ്ഡിതന്മാർക്കുണ്ടാകുന്ന വീഴ്ചകളിലും അവർക്ക് വീഴ്ച പറ്റാത്ത വിഷയത്തിലും രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാതെ, ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാതെ അവർ ആലിമുകളുടെ പിന്നാലെ പോകുന്നു. ഫയഖുദൂന ദീന ബിൽ ഖത, രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാതെ ആലിമിന്റെ കൂടെ പോയാൽ ആ ആളുകൾ തെറ്റായിട്ടാണ് മതം സ്വീകരിക്കുന്നത്. വലാബുദ്ദ ഫയഹില്ലൂന മാ ഹറമല്ലാഹ്, അങ്ങനെയുള്ള ആളുകൾ ഹലാലിനെ ഹറാമാക്കുകയും ഹറാമിനെ ഹലാലാക്കുകയും വയുശർരിഊന മാ ലം യുശർരി, അല്ലാഹു ശരീഅത്താക്കിയിട്ടില്ലാത്ത, നിയമമാക്കാത്ത കാര്യത്തെ ഈ ആളുകൾ നിയമമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇവരിൽ നിന്നൊന്നും എന്തല്ല, ഇസ്മത്ത് എന്ന കാര്യം ഉണ്ടായിട്ടില്ല. ഇസ്മത്തുള്ളത്, പാപസുരക്ഷിതത്വമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാകുന്നു. അപ്പൊ ആളുകൾ പഴച്ചു പോകുന്നത് തെളിവ് നോക്കാതെ ആളുകളുടെ, നമ്മളിപ്പോ സാധാരണ തഖ്ലീദ് എന്ന് പറയുമ്പോൾ മദ്ഹബിന്റെ ഇമാമുകളെ പിൻപറ്റുക. ഷാഫി മദ്ഹബിന്റെ ആളുകൾ ഇമാം ഷാഫിയെ പിൻപറ്റുന്നു, ഹംബലി മദ്ഹബിന്റെ ആളുകൾ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പിൻപറ്റുന്നു, മാലികി മദ്ഹബിന്റെ ആളുകൾ ഇമാം മാലിക്കിനെ പിൻപറ്റുന്നു, ഹനഫി മദ്ഹബിന്റെ ആളുകൾ അബൂ ഹനീഫത്തുൽ കൂഫിയെ പിൻപറ്റുന്നു റഹിമഹുമുല്ലാഹ്, ഇവരെ പിൻപറ്റുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ അങ്ങനത്തെവരല്ല, ഞങ്ങൾ ശരിയായ സലഫിയത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ ഇത്തിബാന്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ പിൻപറ്റുന്നത് ആരെയാണ്? ഈ പറഞ്ഞ 4 ഇമാമുകളെക്കാൾ വലുതല്ലല്ലോ അതിന് ശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കന്മാരും. ഇനി സംഘടന ഇല്ലാത്ത ഗ്രൂപ്പുകളുടെയും കൂട്ടായ്മയുടെയും നേതാക്കന്മാരും ഒന്നും ആരല്ല, അവരെക്കാൾ ഒന്നും ഒരിക്കലും ശ്രേഷ്ഠരല്ല. അവരെ ഒന്നും അനുകരിക്കേണ്ടതില്ല. അവരെ ഒക്കെ അനുകരിക്കുന്നത് ഏതൊരു ആലിമിനെ, ഒരാലിമല്ല, ഇനി ഒരു കൂട്ടം ആലിമുകളെ തെളിവില്ലാതെ അനുകരിച്ചാൽ പോലും അത് ഫിത്നക്കുള്ള കാരണമാണ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു സലഫിക്ക് അത്തരം മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുക? അവരെക്കാൾ പിൽക്കാലക്കാരായ പിന്നീട് വന്നവരോ, ഇനി അതല്ല അതിന്റെ ഒക്കെ പിന്നിൽ, ഏറ്റവും പിന്നിൽ എന്ന് പറഞ്ഞാൽ ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ പറഞ്ഞതുപോലും അതിനേക്കാളൊക്കെ താഴെയുള്ളതാണ്. കാരണം മറ്റുള്ളവരൊക്കെ മുൻഗാമികളാണ്. ഏറ്റവും താഴെയുള്ള സമകാലീനരെ മാത്രം പിന്തുടർന്ന് അവർ പറയുന്നത് എന്തും ശരി എന്ന് വെക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്നതാണ്. ഒരാൾ മനഃപൂർവ്വം ഒരു ആലിമിന്റെ വീഴ്ചയെ പിൻപറ്റുന്നുവെങ്കിൽ ഫഹുവ മുഫർരിതുൻ ഫീ അംരില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ കൽപ്പനയിൽ വീഴ്ച വരുത്തിയവനാണ്. ഇത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള തലക്കെട്ടുകളാണ്. ഇവിടെ ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാം. മിഷ്കാത്തുൽ മസാബിഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അത് സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമാണ്. ചിലരിപ്പോൾ നബിയിലേക്ക് ചേർത്തും കാണാം. അതല്ല, ഇത് ഉമറിന്റെ റളിയല്ലാഹുവിന്റെ വാചകമാണ്. ആ നിലക്കാണ് ദാരിമി ഉദ്ധരിച്ചത് സ്വഹീഹാണ് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. സിയാദ് എന്ന് പറയുന്ന ഒരാൾ ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ഹൽ തഅരിഫു മാ യഹ്ദിമുൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിച്ചു കളയുന്ന കാര്യം എന്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ സിയാദ് പറയാണ്, യഹ്ദിമുഹു സല്ലത്തുൽ ആലിമി. ചോദിക്കപ്പെട്ട ആള് പറഞ്ഞു, സിയാദ് പറഞ്ഞു, എനിക്കറിയില്ല എന്താണ് ദീനിനെ പൊളിക്കുക. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി, യഹ്ദിമുഹു സല്ലത്തുൽ ആലിം,
പണ്ഡിതന് സംഭവിക്കുന്ന വീഴ്ച ഇസ്ലാമിനെ പൊളിച്ചു കളയും. വജിദാലുൽ മുനാഫിഖ് ബിൽ കിതാബി, ഖുർആൻ ഓതി മുനാഫിഖ് തർക്കിക്കുക. ഇന്നിപ്പോ ലോകത്ത് ചിർക്ക് സ്ഥാപിക്കാനും ഖുർആനാണ്. അപ്പൊ ഖുർആൻ ഓതി മുനാഫിഖ് തർക്കിക്കുന്നു. വഹുക്മുൽ അഇമ്മത്തിൽ മുദില്ലീൻ, വഴിപിഴപ്പിക്കുന്ന ഇമാമുകൾ വിധി പറയുക. ഈ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിനെ പൊളിച്ചു കളയും. ഇത് നബിന്റെ വാക്കല്ലെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു എന്നാണ് ഷെയ്ഖ് അൽബാനി ഇതിനെ സഹീഹാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. സല്ലത്തുൽ ആലിം, പണ്ഡിതന് സംഭവിക്കുന്ന വീഴ്ച. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 2-ാം വാള്യം 130-ാമത്തെ പേജിൽ ഇതിന്റെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഹദീസ് അവിടെ കൊടുത്തിട്ടില്ല. ഈ ഹദീസ് വായിച്ചാൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമാവും. പണ്ഡിതന്റെ വീഴ്ച എപ്പോഴാണ് ഇസ്ലാമിനെ പൊളിച്ചു കളയുക? ഒരുപാട് ആലിമ്യങ്ങൾ തെറ്റുപറ്റിയിട്ടുണ്ട്. തെറ്റുപറ്റിയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, പ്രമുഖരായ പണ്ഡിതന്മാർ, നമ്മളൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ. ആ തെറ്റുപറ്റിയ വിഷയത്തിൽ പോലെ മാറ്റി നിർത്തും. അവരെ നന്നായിട്ട് കളയുക, വെട്ടിയുവാക്കുന്നുള്ളതല്ല. ഇപ്പോ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഷാഫി മദ്ഹബ് പണ്ഡിതനാണ്. സ്വഹീഹുൽ ബുഖാരിക്ക് വളരെ ആധികാരികമായ ലോകത്തറിയപ്പെടുന്ന ശർഹ് എഴുതിയിട്ടുള്ള ആളാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. ഇബ്നു ഹജർ അൽ അസ്ഖലാനിക്ക് അഖീദയിൽ സംഭവിച്ചിട്ടുള്ള പിഴവുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് 200ഓളം വരുന്ന പേജ് വരുന്ന പുസ്തകമുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനിക്ക് അഖീദയിൽ വന്ന പിഴവ്. അപ്പൊ ആർക്കാ പിഴവ് പറ്റാത്തത്? അത് വെച്ച് ഇബ്നു ഹജർ അൽ അസ്ഖലാനിന്റെ ഒരു ബുക്കും വായിക്കാൻ പാടില്ല, അദ്ദേഹത്തെ എവിടെയും ഉദ്ധരിക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? ഇങ്ങനെ പണ്ഡിതന്മാർക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ ഞാൻ പറഞ്ഞ ഒരു ബുക്കിലുള്ള വീഴ്ചയാണ് ഇത്രയധികം പേജിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ വീഴ്ച എന്തുകൊണ്ട് ഇസ്ലാമിനെ പൊളിച്ചില്ല? അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പണ്ഡിതന്റെ സല്ല എന്ന് പറഞ്ഞാൽ കാല് തെറ്റൽ, കാലടറിപ്പോകൽ, വഴുതൽ, അത് ഇസ്ലാമിനെ പൊളിക്കും എന്നാണ് ഉമർ ഖത്താബ് പറയുന്നത്. അത് എപ്പോഴാണ് പൊളിയുന്നത് എന്നാണ് ഇബ്നു ഖയ്യിം വിശദീകരിക്കുന്നത്. വമിനൽ മഅലൂം അന്നൽ മഖൂഫ ഫീ സല്ലത്തിൽ ആലിമി തഖ്ലീദുഹു ഫീഹാ. ഒരു പണ്ഡിതൻ കാല് തെറ്റി അയാൾക്ക് ഇടർച്ച സംഭവിച്ചു എന്നതുകൊണ്ട് ഇസ്ലാം പൊളിഞ്ഞൂല. പക്ഷെ അത് പേടിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഫീ സല്ലത്തിൽ ആലിമി തഖ്ലീദുഹു ഫീഹാ. പണ്ഡിതന് പറ്റിയ പിഴവിൽ അയാൾ പറഞ്ഞിട്ടുള്ള തെളിവുകൾ നോക്കാതെ അയാളെ പിന്തുടർന്നാൽ എന്തായി? അത് ഇസ്ലാമിന് പുറത്തുള്ള കാര്യം. ചിലപ്പോൾ ബിദ്അത്തായിരിക്കും, കുഫ്റായിരിക്കും, ചിലപ്പോൾ ശിർക്കാവും. അപ്പൊ ഒരാൾ പറയുന്നത് പണ്ഡിതന് വീഴ്ച സംഭവിക്കാം, ആ വീഴ്ചയെ തെളിവ് നോക്കാതെ തഖ്ലീദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതാണ് അൽ മഖൂഫ്, പേടിക്കേണ്ടുന്ന കാര്യം. ഇത് ലൗല തഖ്ലീദു, പണ്ഡിതന്മാരെ അനുകരിക്കുക എന്ന ഒരു കാര്യം ഇല്ലായിരുന്നെങ്കിൽ ലം യഖഫ്, ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെടുമായിരുന്നില്ല മിൻ സല്ലത്തിൽ ആലിമി അലാ ഗൈരിഹി, ആലിമിന്റെ ഒരു വീഴ്ചയെ സംബന്ധിച്ച് പേടിക്കുമായിരുന്നില്ല. ആർക്കും പിഴവ് പറ്റാം. ഒരാലിം പഴച്ചു എന്നതുകൊണ്ട് അയാൾക്കേ പിഴവ് പറ്റുള്ളൂ, വേറൊരാൾ പഴക്കുവോ? ഇല്ല. വേറൊരാൾ പഴക്കുന്നത് എപ്പോഴാ? അയാൾ പറഞ്ഞ അപ്പാടെ വിഴുങ്ങാൻ പോയാൽ. അപ്പൊ ഇതൊരു മദ്ഹബിന്റെ ഇമാം എന്നല്ല, ഇതെന്ന് പറഞ്ഞു നോക്കണം. ഇത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ വീഴ്ച ആർക്കും സംഭവിക്കാം. പക്ഷേ അയാൾ പറഞ്ഞത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നോക്കിയാൽ, പറഞ്ഞത് തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് മനസ്സിലാക്കിയാൽ അയാൾക്ക് വീഴ്ച സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം, അയാൾ ഒഴിവാക്കാം. ഒഴിവാക്കുന്നില്ലെങ്കിലോ മുഫ്രിത്തുൻ ഫീമാ ഉമിറ ബിഹി, അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തിയിരിക്കുന്നു, അതിര് കവിഞ്ഞിരിക്കുന്നു എന്നിങ്ങനെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിൽ അത് പറഞ്ഞുവെങ്കിൽ അതിനേക്കാളൊക്കെ 14 നൂറ്റാണ്ട് പിന്നിട്ട് ഇങ്ങെത്തിയ ഇക്കാലഘട്ടത്തിലെ ശൈഖുമാരുടെ പിന്നാലെ അവർ പറയുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങാൻ പോകുന്നത് അത് ഒരിക്കലും സലഫികളുടെ മാർഗമല്ല.